ഇസ്ലാം മത വിശ്വാസിയായ സജി നിസാൻ ഒരു തികഞ്ഞ ഗീതാ പണ്ഡിതൻ കൂടിയാണ്. അദ്ദേഹവുമായുള്ള അഭിമുഖത്തിന്റെ രണ്ടാം ഭാഗം. താങ്കൾ 5000 വർഷത്തെ ചരിത്രമാണ് ഗീതയുടെ ചരിത്രമായി ബന്ധപ്പെട്ട് പറയുന്നത്. പക്ഷേ പലപ്പോഴും ഇതിൻ്റെ ഭാഷയെക്കുറിച്ചുള്ള ചില ഭാഷാ പണ്ഡിതന്മാർ പറയുന്നത് മഹാഭാരതത്തിൻ്റെ ഭാഷയല്ല, കുറച്ചും കൂടി പരിഷ്കരിക്കപ്പെട്ട ഭാഷയാണ് ഭഗവത്ഗീത എന്ന് പറയുന്നുണ്ട്. ഒരേ കാലഘട്ടത്തിൽ തന്നെ എഴുതി എന്ന് പറയാൻ പറ്റുമോ, അല്ലാതെ പിന്നീട് ബോധപൂർവം ഇത് ഒരു ക്രോഡീകരണത്തിൻ്റെ ഭാഗമായി ചെയ്യപ്പെട്ടതാണ് എന്ന അഭിപ്രായത്തോട് എങ്ങനെയാണ് യോജിക്കുന്നത്? നമുക്ക് ഒരുപാട് കണക്കുകൾ നിരത്താം. ഇതിന് 5000 വർഷത്തിന്റെ പഴക്കമെന്നോ അല്ലെങ്കിൽ ഇത് ഇന്ന ആൾ എഴുതിയെന്നോ, ഇങ്ങനെ ഒരുപാട് കണക്കുകൾ വെച്ചിട്ട് നമുക്ക് തർക്കിക്കാം, യോജിക്കാം, വിയോജിക്കാം. പക്ഷെ നമ്മൾ ഇതിന്റെ മെസ്സേജ് മാത്രം എടുക്കലാണ് ബുദ്ധി എന്നാണ് എനിക്ക് എപ്പോഴും തോന്നുന്നത്. എന്താണ് ഭഗവത്ഗീത തരുന്ന സന്ദേശം? ഇനി കുരുക്ഷേത്ര യുദ്ധം നടന്നിട്ടേ ഇല്ല എന്ന് പറയുന്ന ആൾക്കാർ, വാദിക്കുന്ന ആൾക്കാരുണ്ട്. നടന്നു എന്ന് വാദിക്കുന്ന ആൾക്കാർ. ഇതെല്ലാം കഥകളാണെന്ന് പറയുന്ന ആൾക്കാരുണ്ട്. ഇതെല്ലാം യാഥാർത്ഥ്യമാണ്, അതിന് തെളിവുകളുണ്ടെന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഇതിനെ പല രീതിയിലും ആൾക്കാർ അതിന് ഒരുപാട് യോജിക്കുന്നതും വിയോജിക്കുന്ന ആൾക്കാരുണ്ട്. ഞാൻ പറയുന്നത് ഇതും ഉണ്ടായോ, ഇത് സംഭവിച്ചിട്ടുണ്ടോ, സംഭവിച്ചിട്ടില്ലേ, ഇതിലൊന്നല്ല കാര്യം. ഇത് തരുന്ന സന്ദേശത്തിന്റെ മൂല്യം മാത്രമാണല്ലോ നമ്മൾ നോക്കേണ്ടത്. വാട്ട് ഈസ് ദ മെസ്സേജ് ഓഫ് ഭഗവത്ഗീത? അത് മാത്രം നമ്മൾ നോക്കിയാൽ മതി. സാങ്കേതികത്തെക്കുറിച്ച് താങ്കൾ പറഞ്ഞു. അപ്പോൾ അത് പറയുമ്പോൾ തന്നെ 2-ാം അധ്യായമാണത്. അതിൽ സ്ഥിതപ്രജ്ഞൻ എന്ന പ്രയോഗമുണ്ട്. അതിൻ്റെ ലക്ഷണങ്ങൾ ഒരു ഇസ്ലാം പ്രാക്ടീസ് ചെയ്യുന്ന ഒരു വ്യക്തി എന്ന രീതിയിൽ താങ്കളുടെ വ്യക്തി ജീവിതത്തിൽ അതെങ്ങനെയാണ് സഹായിച്ചിട്ടുള്ളത്? നമ്മൾ ഒന്ന് നോക്കേണ്ടത് ശ്രീകൃഷ്ണന്റെ ബാക്ക്ഗ്രൗണ്ട്, ശ്രീകൃഷ്ണന്റെ ലൈഫ്. ശ്രീകൃഷ്ണൻ ജനിച്ചു വീണത് ഒരു കാരാഗ്രഹത്തിലാണ്. ത്രൂ ഔട്ട് ശ്രീകൃഷ്ണന്റെ ലൈഫ് വാസ് ഇൻ കംപ്ലീറ്റ് കോൺഫ്ലിക്റ്റ്, അല്ലേ? അതിനു മുമ്പുള്ള മക്കളെ കൊന്നുകളഞ്ഞു. മരിച്ചു കഴിഞ്ഞ ഉടനെ ശ്രീകൃഷ്ണനെ കൊണ്ട് പാലായനം ചെയ്യുന്നു. വളർന്നു വരുമ്പോൾ പലരും വിഷം കൊടുത്ത് കൊല്ലാൻ പോകുന്നു. കംസനെ വധിച്ചതിന് ശേഷം ജരാസന്ധൻ ആ ഗ്രാമം ആക്രമിക്കുന്നു, വീടുകൾ നശിപ്പിക്കുന്നു. ഒന്ന് ആലോചിച്ച് നോക്കണം, ഒരു ബാലനെ കാരണം ഒരു കംപ്ലീറ്റ് ഗ്രാമീണർ കഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ ബാലനോടുണ്ടാവുന്ന മറ്റ് ഗ്രാമീണരുടെ ആറ്റിറ്റ്യൂഡ് എന്തായിരിക്കും? അപ്പൊ ത്രൂ ഔട്ട് കൃഷ്ണന്റെ ലൈഫ് വാസ് ഇൻ കോൺഫ്ലിക്റ്റ്, ഒരു സംശയമില്ല. പക്ഷെ ഈ കോൺഫ്ലിക്റ്റിൽ നിൽക്കുമ്പോഴും ശ്രീകൃഷ്ണൻ വാസ് സ്മൈലിംഗ്. ശ്രീകൃഷ്ണൻ വറീഡ് ആയിട്ടുള്ള ഒരു ചിത്രം നമുക്ക് സങ്കല്പിക്കാൻ പറ്റില്ല. ശ്രീകൃഷ്ണന്റെ ഏത് ചിത്രത്തിലും അത് ഒരു കലാകാരന്റെ ഭാവനയാണെങ്കിൽ കൂടി അവിടെ എപ്പോഴും മുഖത്തെ പുഞ്ചിരി സ്ഥിരമാണ്, ഫിക്സ്ഡ് ആണ് ആ സ്മൈല്. അപ്പോൾ അത് തരുന്ന മെസ്സേജ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എന്ത് കോൺഫ്ലിക്റ്റിലും ഒരാൾക്ക് എങ്ങനെയാണോ മനസ്സിനെ ബാലൻസ് ചെയ്യാൻ പറ്റുന്നത് ആ പ്രയോഗമാണ് എന്ത് സ്ഥിര പ്രജ്ഞ എന്നുള്ള ആ പ്രയോഗം അവിടെ വരുന്നത്. അപ്പോൾ ഇതാണ് ബ്രഹ്മചാരി എന്നുള്ള ഒരു വാക്ക് വരുന്നത്. കാരണം ബ്രഹ്മചാരി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബ്രഹ്മത്തിൽ ചാരി നിൽക്കുന്ന ആള് ആരാണോ അയാളാണ് ബ്രഹ്മചാരി. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബ്രഹ്മം എന്ന് പറഞ്ഞാൽ ഇളകാത്തത്, അനങ്ങാത്തത്, നീങ്ങാത്തത്, അതിനെ ചാരി നിൽക്കുന്ന ആളാണ് ബ്രഹ്മചാരി. അപ്പോൾ ശ്രീകൃഷ്ണൻ എപ്പോഴും ബാലൻസ്ഡ് ആയിരുന്നു. ശ്രീകൃഷ്ണനെ ഒന്നും ബാധിച്ചിരുന്നില്ല. ശ്രീകൃഷ്ണനെ ആനന്ദവും ബാധിച്ചിട്ടില്ല, ശ്രീകൃഷ്ണന് ദുഃഖവും ബാധിച്ചിട്ടില്ല. ശ്രീകൃഷ്ണൻ തന്നെ കൃത്യമായിട്ട് ഭഗവത്ഗീതയിൽ പറയുന്നത് നിന്റെ മനസ്സ് ചലിക്കുന്നതാണ് പാപം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ചലിക്കാത്തൊരു മനസ്സിന് ഉടമയായിരുന്നു ശ്രീകൃഷ്ണൻ ശരിക്കും. ഈ ദർശനവുമായി ബന്ധപ്പെട്ട് താങ്കളുടെ അഭിപ്രായത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത് ഇത് എക്കാലത്തും സ്വീകരിക്കപ്പെടുന്ന ഒരു പുസ്തകമാണ്, കാലത്തിനതീതമായ പുസ്തകം, അത് ലോക ദാർശനികതയ്ക്ക് മുത്തശ്ശിയായ പുസ്തകം, അങ്ങനെയൊക്കെയുള്ളൊരു പുസ്തകം എന്ന രീതിയിലും അതോടൊപ്പം തന്നെ അതുകൊണ്ട് തന്നെ ഇന്ന് ഈ തലമുറയ്ക്കും അടുത്ത തലമുറയ്ക്കും ഒരേ പ്രസക്തമാകുന്ന രീതിയിലുള്ള പുസ്തകമാണ്. പക്ഷേ പ്രസന്റ് തലമുറയ്ക്ക് എത്രമാത്രം പ്രസക്തമാകുന്ന ഈ പുസ്തകം, അതെങ്ങനെയാണ് താങ്കളുടെ വ്യാഖ്യാനം, താങ്കളുടെ ഭാഷ രചിക്കൽ എങ്ങനെയാണെന്ന് ഞങ്ങളോട് പറഞ്ഞാൽ നന്നായിരിക്കും. പ്രസന്റ് യൂത്തിന് ഇപ്പോഴത്തെ പ്രധാന പ്രശ്നങ്ങൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ മൈൻഡ് ഡിസ്ട്രാക്റ്റഡ് ആവുന്ന ഒരേ സംഭവങ്ങളിൽ അവർ എൻഗേജ്ഡ് ആണ്. അവരുടെ കയ്യിലുള്ള മൊബൈൽ ഫോൺ, സ്മാർട്ട് ഫോൺ, ഒരുപാട് ഗാഡ്ജറ്റ്സ്, അവർ ടോട്ടലി പല കാര്യങ്ങളിലും ഇപ്പോൾ ഫേസ്ബുക്ക് ആയാലും വാട്സപ്പ് ആയാലും അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളിൽ അവർ എൻഗേജ്ഡ് ആണ്. ഈ അടുത്ത് തന്നെ ഞാൻ ഒരു സംഗതി വായിച്ചത്, ഒരു ഗോൾഡ് ഫിഷ് സിൻഡ്രം എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഞാൻ വായിച്ചു. അതിലൊരു സീരിയസ് സംഗതി പറയുന്നത് ഒരു മനുഷ്യന്റെ അറ്റൻഷൻ സ്പാൻ ഉണ്ടല്ലോ, അറ്റൻഷൻ സ്പാന് ഇപ്പോൾ വെറും 8 സെക്കൻഡ്സോ 9 സെക്കൻഡ്സോ എന്തോ ആയിട്ട് കുറഞ്ഞിരിക്കുകയാണ്. അതായത് 8 സെക്കൻഡ് കഴിഞ്ഞാൽ നമ്മുടെ അറ്റൻഷൻ മാറിപ്പോകണം. ഇപ്പോൾ ഈ വ്യൂവേഴ്സ് ഈ ചാനൽ കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ എത്ര പേര് ഇതിൻ്റെ ഇടയിൽ എത്രയോ ചാനലുകൾ സ്കിപ്പ് ചെയ്യുന്നുണ്ട്. കാരണം എത്ര ഇൻട്രസ്റ്റിംഗ് ആണ് പ്രോഗ്രാമെങ്കിൽ കൂടി, എത്ര യൂസ്ഫുൾ ആണ് പ്രോഗ്രാമെങ്കിൽ കൂടി സ്കിപ്പ് ചെയ്യാനുള്ള ടെൻഡൻസി, ചാനൽ സ്കിപ്പ് ചെയ്യാനുള്ള ടെൻഡൻസി നമ്മളിൽ വരുന്നത്
പ്രോഗ്രാംസ് ഇൻട്രസ്റ്റിംഗ് അല്ലാന്നിട്ടല്ല, ആക്ച്വലി നമ്മളുടെ അറ്റൻഷൻ സ്പാൻ കുറയുന്നത് കൊണ്ടാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ ചാനലുകാർക്കുള്ള ഏറ്റവും വലിയ വെല്ലുവിളി ഈ എങ്ങനെ ഓഡിയൻസിനെ അറ്റൻറ്റീവ് ആക്കി നിർത്തുക എന്നുള്ളതാണ് എല്ലാ ചാനലും നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി. അത് വാസ്തവത്തിൽ ഇന്നത്തെ ജനറേഷൻ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ്. അപ്പോൾ ഈ റിസർച്ച് പറയുന്നത് 2010 അറ്റൻഷൻ സ്പാൻ 14 seconds ആയിരുന്നു. 14 seconds നിന്ന് 2015 ആയപ്പോഴത്തേക്കും അത് 8 seconds ആയിട്ട് കുറഞ്ഞു. അത് അവർ പറയുന്നത് ഒരു ഗോൾഡ് ഫിഷിന്റെ അറ്റൻഷൻ 9 സെക്കൻഡ് ഉണ്ടെന്ന്, മനുഷ്യനേക്കാൾ കൂടുതലാണെന്ന് ഇപ്പോൾ. അപ്പോൾ നമ്മൾ ഈ രീതിയിൽ മുന്നോട്ട് പോകണമെങ്കിൽ നമ്മുടെ അറ്റൻഷൻ സ്പാൻ കുറഞ്ഞ് അറ്റൻഡ് ചെയ്യാനുള്ള നമ്മുടെ മുഴുവൻ എബിലിറ്റിയും നഷ്ടപ്പെടുകയാണ്. അപ്പോൾ ഭഗവത്ഗീത യൂത്തിന് തരുന്ന മെസ്സേജ് യോഗ കർമ്മസ്സു കൗശലം എന്നൊരു മെസ്സേജ് ഉണ്ട്. അത് യൂത്താണ് കേൾക്കേണ്ടത്. കൃഷ്ണൻ ക്ലിയർ ആയിട്ട് പറയാണ് യോഗ കർമ്മസ്സു കൗശലം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യോഗ ഈസ് സ്കിൽ ഇൻ ആക്ഷൻ, യോഗ ഈസ് എക്സലൻസ് ഇൻ ആക്ഷൻ. ആ എക്സലൻസ് ആണ് നമുക്ക് വേണ്ടത്. നമ്മുടെ സംസാരത്തിൽ, നമ്മുടെ വർക്കിൽ, നമ്മുടെ ആക്ടിവിറ്റിയിൽ എക്സലൻസ്, ആ സ്കില്ലാണ് ആവശ്യം. അപ്പോൾ നമ്മുടെ ഫോക്കസ് കൂടണം, നമ്മുടെ അറ്റൻഷൻ കൂടണം. അതിന് നമ്മൾ കുറച്ച് ബ്രീതിങ് ടെക്നിക്സ്, കുറച്ച് പ്രാണായാമ, അതിന് വേണ്ടിയിട്ടാണ് ആർട്ട് ഓഫ് ലിവിംഗ് പോലുള്ള പ്രോഗ്രാംസ്. ദാറ്റ് വിൽ ഹെൽപ്പ് യു ആക്ച്വലി. ഈ അറ്റൻഷൻ സ്പാനെ കുറിച്ച് പറയുമ്പോൾ ഈ 9 സെക്കൻഡ് എന്നൊക്കെ പറയുമ്പോൾ അറ്റൻഷൻ്റെ ആ ഒരു ഇത് കുറഞ്ഞു വരുന്ന അവസ്ഥയിൽ വയലൻസിലേക്ക് കാര്യങ്ങൾ എത്തപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ടാവുമല്ലോ. അതൊരു വലിയൊരു ഭീകരമായൊരു സംഭവമല്ലേ? അതിനെ എങ്ങനെയാണ് സജി നോക്കി കാണുന്നത്? അറ്റൻഷൻ സ്പാൻ കുറയുമ്പോൾ മനുഷ്യൻ തീർച്ചയായിട്ടും റെസ്റ്റ്ലെസ് ആവുന്ന ഒരാളാണ് വയലൻസിലേക്ക് നാച്ചുറലി തിരിയുന്നത്. അപ്പോൾ അയാളെ കംഫർട്ടബിൾ ആക്കുക എന്നുള്ളത് നമ്മളുടെ റെസ്പോൺസിബിലിറ്റിയാണ്. ഈ വാണിദാസ് എളയാവൂർ എന്നൊരു പണ്ഡിതനുണ്ടായിരുന്നു. അദ്ദേഹം ഇസ്ലാം മതം ത്തിൻ്റെ ഖുർആനെ കുറിച്ചുള്ള വലിയൊരു പണ്ഡിതനായിരുന്നു. അദ്ദേഹം ജന്മം കൊണ്ടൊരു ഹിന്ദുവാണ്. അതോടൊപ്പം താങ്കൾ ജന്മം കൊണ്ട് ഒരു ഇസ്ലാമാണ്. പക്ഷേ താങ്കളുടെ പാണ്ഡിത്യം ഭഗവത്ഗീതയിലാണ്. അപ്പോൾ ഇങ്ങനെ ഇത്തരത്തിലുള്ള മറ്റ് മഹത്തായ ഗ്രന്ഥങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധ നീണ്ടുപോകുന്നതിൽ അതിനെന്തെങ്കിലും ഒരു കാരണമുണ്ടോ, അതോ അതിലെത്തപ്പെടുന്നതാണോ? രണ്ടും തമ്മിലുള്ള ഒരു താരതമ്യം താങ്കൾ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ താങ്കളുടെ സ്വന്തമായ അഭിപ്രായം? ഈ ആവർത്തിച്ച് ഇസ്ലാം മതവിശ്വാസി എന്ന് പറയുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ബേസിക്കലി ഞാനൊരു ഭാരതീയനും കൂടിയാണെന്നുള്ളതൊന്നും മറക്കരുത്. കാരണം ഭാരതത്തിൻ്റെ ഒരു ഗ്രന്ഥം, ഭാരതം ഇന്ന് ലോകത്തിന് കാഴ്ചവെച്ചിട്ടുള്ള ഒരു ഗ്രന്ഥമാണ് ഭഗവത്ഗീത. അതുപോലെ ഭാരതം ഇന്ന് ലോകത്തിന് കൊടുത്തിരിക്കുന്ന ഒരു അമൂല്യ ടെക്നിക്കാണ് യോഗ. ഒരു ഇസ്ലാം മതത്തിൽ ജനിച്ചു എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇതിൽ നിന്നും മാറി നിൽക്കേണ്ട ഒരു ആവശ്യമില്ല എന്നാണ് എൻ്റെ തോന്നൽ. നിറകുടം തുളുമ്പില്ല എന്ന് വിശ്വസിക്കുന്ന മനോഹരമായ ഇൻ്റർവ്യൂ, അതോടൊപ്പം ഭാരതീയമായ ദർശനത്തെക്കുറിച്ചുള്ള മഹത്തായ അവതരണം, ഇതാണ് ഇൻ്റർവ്യൂവിൻ്റെ പ്രത്യേകത. നന്ദി മിസ്റ്റർ സജി. താങ്ക് യു വെരി മച്ച്.